ഒരു മസാല റൈസ് ഉണ്ടാക്കിയാലോ? അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. കുറച്ച് വെജിറ്റബിൾസും ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് മസാല റൈസ് ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് ബിരിയാണി റൈസാണ് ഞാൻ എടുത്തത്. ഞാൻ ചെറിയ ബിരിയാണി റൈസാണ് എടുത്തത്. അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 2-3 ഗ്രീൻ പീസ് അല്ല ബീൻസും ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് സ്പൈസസ് എടുക്കാം. നമുക്ക് ബിരിയാണിയിലും നെയ്ച്ചോറിനും ഇടുന്ന സ്പൈസസ്. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറുപ്പ, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം. പിന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടെടുക്കാം. തക്കാളി, ബീൻസ്, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഒന്ന് ചെറുങ്ങനെ വെന്ത് വരട്ടെ. വെളിച്ചെണ്ണയൊക്കെ എല്ലാവരുടെയും മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല. ഈ മസാല ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ വെജിറ്റബിൾസിൽ നന്നായി മിക്സ് ആകുന്ന രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും വെജിറ്റബിൾസിലെല്ലാം നന്നായി പിടിക്കട്ടെ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം 1 കപ്പ് റൈസിന് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരട്ടെ. അതിനു മുമ്പ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഉള്ളിയും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വെളിച്ചെണ്ണ ഒന്ന് വറുത്തെടുത്ത് അതിനുശേഷം ഇങ്ങനെ അരിഞ്ഞു വെച്ച ഉള്ളി ഒന്ന് വറുത്തെടുത്തു. അത് മാറ്റി വെക്കാം. ഇനി വെന്ത് വരുന്ന പച്ചക്കറിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ബിരിയാണി റൈസ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മൂടി വെച്ച് നിന്ന് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഗീ റൈസൊക്കെ വേവിപ്പിക്കുന്ന പോലെ വേവിപ്പിച്ചാൽ മതി. വെള്ളം പറ്റി വന്നാൽ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടാവും. കാണാൻ അടിപൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. മസാല റൈസായി, വെജിറ്റബിൾ മസാല റൈസ്. അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഉള്ളി ഇട്ടെടുക്കാം. അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റൈസ് റെഡിയായി. നല്ല ടേസ്റ്റാണ്, കാണാൻ നല്ല ടേസ്റ്റാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണിത്. നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല റൈസാണ്. ഞാൻ സാധാരണ എവിടെയെങ്കിലും പോയി വന്നാൽ ഉച്ചക്ക് ചോറുണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കും, വേഗമാവും. ചോറും കറിയൊന്നും ഉണ്ടാക്കേണ്ട കറിൻ്റെ ആവശ്യമില്ല, ഇതന്നെ മതി. ഒരു അച്ചാറ് പപ്പടം ഉണ്ടെങ്കിൽ ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്യാം, എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മസാല റൈസ്. താങ്ക് യു.